നമ്മൾ പുതിയൊരു ഓഫ് റോഡ് ചെയ്യാത്തതാണ്, പുതിയല്ല, നമ്മൾ അന്ന് ഇവിടെ ഒരു ഓഫ് റോഡ് ചെയ്യാൻ വന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തേ, പക്ഷെ റെക്കോർഡായില്ല. റെക്കോർഡൊക്കെ ആയിരുന്നു, പക്ഷെ അത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ സേവ് ആയില്ല, ഗാലറി കാണുന്നില്ല. ഈ ഓഫ് റോഡിൻ്റെ പേരിനത് എന്തോ എക്സ്ട്രീം ഓഫ് റോഡ് വല്ലൂർ സ്പീഡ് എന്ന് പറഞ്ഞൊരു ബ്രോയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്രോ അതിൽ കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ നിർദ്ദേശങ്ങൾ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോവാൻ. എന്താണ് അത്രയും പണിയുള്ള ഏരിയ ആണ് ഇത് പോവാൻ. എൽ സി എടുത്ത് വന്നിട്ട് വരെ എൻ്റെ വണ്ടി ഇവിടെ കുടുങ്ങി എന്നിട്ട് ഞാൻ പിന്നെ ഈ റോഡിന് വട്ടം പിടിച്ച് നോക്കിയാൽ പിന്നെ ഇങ്ങോട്ട് എൻ്റെ വരും എത്ര ദൂരം പോയാലും. ഈ ഫോർച്യൂണറാണെങ്കിൽ അതിനെക്കാട്ടിലും കഷ്ടമായിരിക്കും. ഞാൻ ഫോർച്യൂണർ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഫോർച്യൂണറിൽ നമ്മളെ പേരൊക്കെ ഇങ്ങനെ അടിച്ചെഴുതിയിട്ടുണ്ട്. നമ്മളെ പേരൊക്കെ അടിച്ചിട്ട് ഇതാരും പുതിയ നമ്പർ പ്ലേറ്റ് ആണ്. ഇതാണ് പ്രശ്നം. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിങ് തിരിയത്തില്ല, തിരിയൂല. നമ്മൾ ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ കറക്കണം. ഞാനാണെങ്കിൽ ഫുള്ളതിനെല്ലാം ഇതാക്കി കറക്കലാണ്. ഈ ടയറുള്ള ഭാഗമാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ടയറിൻ്റെ ഇടയിലോട്ട് കൂടുതൽ ടയറിൻ്റെ ഇടയിലാണ് എൻ്റെ വണ്ടി വിടുന്നത്, പാറിൻ്റെ ഇടയിലില്ല. കൂടെ ആരെങ്കിലും വരുന്നത് നല്ലതാട്ടാ. ഞാൻ ഇന്നലെ വന്നിട്ടായിരുന്നു, എന്നിട്ട് ഓഫ് റോഡ് കംപ്ലീറ്റ് ആക്കി. കൂടെ ആരെങ്കിലും വരുന്നതല്ല, കുടുങ്ങിക്കതിനെ സഹായിക്കാനാണുണ്ടാവുക. ഗായ്സ്, ഇതിലത്തെ നിർദ്ദേശങ്ങൾ വെച്ച് നോക്കിയപ്പോൾ പറയുന്നത് വല്ലൂർ സ്പീഡ് ബ്രോ പറയുന്നത് ഒറ്റ കയ്യിലുള്ളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ സജസ്റ്റ് ചെയ്തില്ല, ഒരിക്കലും എവിടെയെങ്കിലും കുടുങ്ങി കിടക്കും, പിന്നെ രക്ഷിക്കാരുണ്ടാവും. അവന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്രോ അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ഒരാൾ കൂടി ഇരിക്കുന്നതല്ല. വാ 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 ബ്രോ അക്കുവിനെ ഫ്രണ്ട് ആക്കേണ്ടി വന്നേ. അക്കു ഇതിലുള്ളൂ. ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി. അക്കു പെട്ടെന്ന് എന്തെല്ലാം വിളിച്ച് പറയാം. മലയാളിയാണ് ബ്രോ. ബ്രോ നിൽക്കേ ബ്രോ, ഞാനിപ്പോൾ ബൈക്ക് ഓണാക്കിട്ട് ബ്രോ. ബ്രോ മലയാളിയാ. ബ്രോ മലയാളിയാ. ബ്രോ മലയാളിയാ, അത് പേടിക്കട്ടെ. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് വരാം. ബ്രോൻ്റെ വണ്ടിയാണ് കുടുങ്ങി. ഇനിയാണ് കഥകൾ തുടരും. കഥ അത് നമ്മളെ വണ്ടി പോയാൽ ആ ബ്രോൻ്റെ വണ്ടി നമ്മളെ എങ്ങനെയെങ്കിലും എടുത്തിരിക്കും. നമുക്ക് എടുത്തു കൊടുക്കണം ഗൈസ്. നമ്മളിപ്പോൾ എടുത്തു കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ആ ബ്രോ എങ്ങനെയും വരും. എന്നിട്ട് നമ്മളെ എടയിൽ കൂടി ഇങ്ങനെ ബ്രോ ഈഗോ ആക്കും, തിരിച്ച് ചെയ്യൂല. റിവെഞ്ച് ചെയ്യും. ഇത് ഇടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ബ്രോ. സ്ട്രഗിൾ കാല് കൊടുക്ക് വണ്ണം. ബ്രോ ബ്രോയാണ് ഇതാക്കുന്നില്ല വണ്ടി വെച്ച് സ്ട്രഗിൾ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആക്സിഡന്റ് കൊടുക്കുന്നുണ്ട്.
ആ ബ്രോനെ നമ്മളെ അടിയിട്ടിട്ട് ഇപ്പൊന്നും കളിക്കുന്നില്ല. നമുക്ക് തള്ളാം ബ്രോനെ ബാക്കിലോട്ട്. സ്ട്രഗിൾ അല്ല, നമ്മള് ബ്രോനെ വണ്ടിയിലല്ലല്ലോ കാണുന്നത്. ഇവിടെ എന്ത് ഇതേപോലെ നമ്മളെ വണ്ടി കുടുങ്ങിയില്ല. ഞാൻ വിചാരിച്ച കുടുങ്ങി തരാൻ വിചാരിച്ച്, പക്ഷെ കുടുങ്ങിയില്ല. ഭാഗ്യം നമ്മളാണ് എങ്ങനെയെങ്കിലും ബാക്ക് അടിച്ചില്ല. നമുക്ക് ആ ബ്രോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കാം. വെള്ളത്തിൽ ഇറങ്ങിയിരിക്കാം. എങ്ങനെയെങ്കിലും വരട്ടെ. നമുക്ക് ഇവിടെ തന്നെ നിർത്താം. നമുക്കിത് നിർത്താം. ഇവിടെ നിർത്തിയിട്ട് ഞാൻ വീഡിയോ ഒന്ന് ഇതാക്കിയിട്ട് വരട്ടെ. ഇപ്പം വരാം ഗൈസ്. ആ ബ്രോ എത്തി ബ്രോ എത്തി. എന്ന് പറപ്പിച്ചിട്ടാണല്ലോ വരുന്നത് ബ്രോ. ബ്രോ പിന്നെയാണ് കുടുങ്ങൂന്ന് അറിയില്ല. കുടുങ്ങൂല. അടുത്ത ഇടിക്കൽ എടാ. കൂട്ടാണ്ട് പോയി കഴിഞ്ഞാൽ കൂട്ടാണ്ട് പോകുന്നു കേസ്. ഞാനും ആ ബ്രോയും മാത്രമേ ഉള്ളൂ. റാൻഡായിട്ട് കണ്ടുമുട്ടു. അതാക്കൂ പറഞ്ഞു. നമുക്ക് നല്ല രീതിയിൽ കാല് കൊടുക്കാം. നല്ല രീതിയിൽ കാല് കൊടുത്ത് ഇടിച്ച് കയറി ഇടിച്ച് സൈഡിലോട്ട് പോ. ആ ബ്രോ ഇറങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. എനിക്ക് വഴി നമ്മളെ വീട് 10 മിനിറ്റ്. കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ പോട്ടെ.
എടാ രക്ഷിക്കടാ രക്ഷിക്കടാ രക്ഷിക്കടാ. കുടുങ്ങിയടാ കുടുങ്ങി കുടുങ്ങി.